സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതിയുടെ പേരാണ് ആർദ്രം. അടുത്ത ചോദ്യം, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി വയോമിത്രം പദ്ധതിയാണ്. വയോമിത്രം പദ്ധതിയാണ് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി. അടുത്ത ചോദ്യം, കഴിഞ്ഞ തവണ നടന്ന 2019 ഡിസംബറിൽ നടന്ന വയനാട് ജില്ലാ വിഇഒ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. കേരള സാമൂഹിക മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയുടെ പേരെന്താണ്? കേരള സാമൂഹിക മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗ നിർണയം ബാധിച്ചവർക്കുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. കേരള സാമൂഹിക മിഷന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. അടുത്ത ചോദ്യം, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? രണ്ടായിരത്തി എട്ടിലാണ്
കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്? അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികളാണ് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ. ആദ്യത്തെ ചോദ്യം ഇതാണ്, വിരിപ്പ് കൃഷിയിൽ വിളവെടുക്കുന്നത് ഏത് മാസത്തിലാണ്? വിരിപ്പ് കൃഷിയിൽ വിളവെടുക്കുന്നത് ഏത് മാസത്തിലാണ്? വിരിപ്പ് കൃഷി വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. വിരിപ്പ് കൃഷി വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. അടുത്ത ചോദ്യം, ലോക നാളികേര ദിനം എന്നാണ്? ലോക നാളികേര ദിനം എന്നാണ്? ലോക നാളികേര ദിനം എന്നാണ്? ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. അടുത്ത ചോദ്യം, കേരള സർക്കാർ 60 വയസ്സിനു മുകളിൽ പ്രായമുള്ള കർഷകർക്കായി ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയുടെ പേര് എന്താണ്? കേരള സർക്കാർ 60 വയസ്സിനു മുകളിൽ പ്രായമുള്ള കർഷകർക്കായി ഏർപ്പെടുത്തിയ പെൻഷന് പറയുന്ന പേര് എന്താണ്? കേരള സർക്കാർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായി ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതി കിസാൻ അഭിമാൻ പെൻഷനാണ്. കിസാൻ അഭിമാൻ പെൻഷനാണ് കേരള സർക്കാർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായി ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതി. അടുത്ത ചോദ്യം, കേരള ഗവൺമെന്റ് കരിമീൻ വർഷമായി ആചരിച്ച വർഷം ഏതാണ്? അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് കരിമീൻ വർഷമായി ആചരിച്ചത് ഏത് കാലഘട്ടമാണ്? രണ്ടായിരത്തി 10-11 കാലഘട്ടത്തിലാണ് കേരള ഗവൺമെന്റ് കരിമീൻ വർഷമായി ആചരിച്ചത്. 2011-10 കാലഘട്ടത്തിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്?
ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം ആണ്. അടുത്ത ചോദ്യം, കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകാരൻ ആരാണ്? മുൻ കേരള ധനമന്ത്രി തോമസ് ഐസക് ആണ്. ഡോക്ടർ തോമസ് ഐസക് ആണ് കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ആണ്. അടുത്ത ചോദ്യം, കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരളത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. മിഠായി പദ്ധതിയാണ് കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതി. അടുത്ത ചോദ്യം, കേരളത്തിന്റെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? കേരളത്തിന്റെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? കേരളത്തിന്റെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ലാണ് കേരളത്തിന്റെ മുഖ്യ ഭക്ഷ്യവിള. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്നത്. ആലപ്പുഴയിൽ തന്നെ മാവേലിക്കരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം ഏതാണ്? ഇതും ഒരു മുൻവർഷ ചോദ്യമാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം ഏതാണ്?
വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം കവുങ്ങിൻ പൂത്താലയാണ്. കവുങ്ങിൻ പൂത്താലയാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം. അടുത്ത ചോദ്യം, കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയാണ് കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല. അടുത്ത ചോദ്യം, കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പാലക്കാട് ജില്ലയിലെ മുതലമടയാണ്. പാലക്കാട് ജില്ലയിലെ മുതലമടയാണ് കേരളത്തിന്റെ മാംഗോ സിറ്റി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, എയ്ഡ്സ് ബോധവൽക്കരണത്തിനുള്ള പദ്ധതിയുടെ പേരെന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിനുള്ള പദ്ധതിയുടെ പേര് എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിനുള്ള പദ്ധതിയുടെ പേര് ആയുർദളം എന്നാണ്. ആയുർദളം എന്നാണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനുള്ള പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം, ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയുടെ പേരെന്താണ്? ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയുടെ പേര് എന്താണ്? ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. ആവാസ് പദ്ധതിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി. അടുത്ത ചോദ്യം, കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്നത്, കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി ആണ്. അടുത്ത ചോദ്യം, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്?
പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലം കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ജില്ല. അടുത്ത ചോദ്യം, മിനിഞ്ഞാന്ന് നടന്ന ഡ്രൈവർ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? മെഡിസപ്പ് ആണ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇൻഷുറൻസ് പദ്ധതി. മെഡിസപ്പിന്റെ ഫുൾ ഫോം മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിനാൽ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. താങ്ക് യു.